ആർഎസ്എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിലായിരുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ് എൻഐയുടെ പിടിയിലായിരിക്കുന്നു. മലപ്പുറം സ്വദേശി ഷെഫീഖാണ് പിടിയിലായിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയത് കൊല്ലത്ത് നിന്നാണ്. പിടിയിലായ ഷെഫീഖ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അംഗമെന്നാണ് എൻഐഎ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിലെ ഒന്നാം പ്രതി കെ.പി. അഷ്റഫിനെ കൃത്യത്തിന് നിയോഗിച്ചത് ഷെഫീഖാണ്. പോപ്പുലർ ഫ്രണ്ട് നേതൃത്വവുമായി ഷെഫീഖ് ഗൂഢാലോചന നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ പ്രതിക്ക് എൻഐഎ അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലത്ത് നിന്ന് പിടിയിലായിരിക്കുന്നതും. ഇതോടെ കേസിൽ പിടിയിലായത് 71 പേരാണ്. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി കൊല്ലത്ത് നിന്നും എൻഐഎയുടെ കസ്റ്റഡിയിലാവുകയായിരുന്നു. ഷെഫീഖ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അംഗമെന്നാണ് എൻഐഎ അറിയിക്കുന്നതും. കേസിലെ ഒന്നാം പ്രതി കെ.പി. അഷ്റഫിനെ കൃത്യത്തിന് നിയോഗിച്ചതടക്കം ഷെഫീഖിന്റെ കുറ്റകൃത്യങ്ങൾ എൻഐഎ വെളിപ്പെടുത്തുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നേതൃത്വവുമായി ഷെഫീഖ് ഗൂഢാലോചന നടത്തിയിരുന്നു. 2022 ഏപ്രിൽ 16 ആർഎസ്എസ് മുൻ ജില്ലാ ശാരീരിക ശിക്ഷൺ പ്രമുഖായ ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് എലപ്പുള്ളി കുപ്പിയോട് സുബൈറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടായിരുന്നു പിറ്റേ ദിവസം ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയതും. അതേസമയം ആർഎസ്എസ് നേതാവ് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്താൻ പ്രതികൾക്ക് ആയുധ പരിശീലനം അടക്കം നൽകിയത് കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മാസ്റ്റർ ട്രെയിനറുമായ ഭീമന്റെ വിട ജാഫർ എന്നുള്ള നിർണായക വിവരങ്ങളടക്കം പുറത്തുവരികയാണ്. എൻഐയുടെ ചോദ്യം ചെയ്യലിലാണ് ഭീമന്റെ വിട ജാഫർ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചത്. അത് മാത്രമല്ല, ഇനിയും ആർഎസ്എസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കില്ലർ സ്ക്വാഡുകൾ ഉണ്ടെന്നും ജാഫർ മൊഴി നൽകിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖ്യ പരിശീലകനായ ജാഫർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കാണ് ആയുധ പരിശീലനം നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനമായ മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിലാണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം നടന്നതും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധ പരിശീലകനായി താൻ എത്തിയിരുന്നുവെന്നും ഇയാൾ പറയുകയാണ്. കില്ലർ സ്ക്വാഡുകൾക്ക് നേതൃത്വം നൽകിയത് ആയുധ പരിശീലകർ ആയിരുന്നുവെന്നും ജാഫർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുകയായിരുന്നു. കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലായ ജാഫർ 10 ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് അതീവ ഗുരുതരമായ വിവരങ്ങളടക്കം ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന് കില്ലർ സ്ക്വാഡുകൾ ഉണ്ടെന്നും അവർ ആർഎസ്എസ് നേതാക്കളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുമായിരുന്നു എൻഐഎ കണ്ടെത്തിയത്. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ വെളിപ്പെടുത്തലും. 2022 ഏപ്രിൽ 16 ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. മേലാമുറിയിലെ കടയ്ക്കുള്ളിലിട്ടാണ് ഇദ്ദേഹത്തെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗ്രീൻ വാലി അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ മതഭീകര കേന്ദ്രങ്ങളാണെന്നും എൻഐഎ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മൃഗങ്ങളെ അടക്കം ആക്രമിച്ചുകൊണ്ടാണ് ഇവർ പരിശീലനം നേടുന്നത്. ഗ്രീൻ വാലി പോലുള്ള പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ പരിശോധനയും നിരീക്ഷണവും ഒക്കെ ശക്തമാക്കാനാണ് സംസ്ഥാന പോലീസിനോട് എൻഐഎ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.